റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിലെ 5ാമത്തെ എക്കണോമിക്കൽ ഫോറത്തിന്റെ സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഒരു മഹാപ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ഇന്ത്യയിലെ പൊതുജനങ്ങൾ തിരിച്ചറിയണം. 71,000 കോടി രൂപ റഷ്യയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യ വായ്പയായി നൽകുന്നു പോലും. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥ? വൻകിട കോർപ്പറേറ്റുകൾ പോലും മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥ. മാരുതി, പാർലേജി, വസ്ത്ര കമ്പനികളൊക്കെ അവിടെയുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വല്ലാത്ത വിഷമത്തിലാണ് രാജ്യത്തെ പൊതുജനങ്ങൾ. എന്തിനു പറയണം, ശിവസേന പോലും പറഞ്ഞു നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സഹായം തേടിയില്ലെങ്കിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകും എന്ന്. എന്നാൽ നരേന്ദ്രമോദിക്കും നിർമ്മല സീതാരാമനുമൊന്നും ഇതൊന്നും വിഷയമല്ല. അവരിപ്പോഴും അവരുടെ വികസനത്തിന്റെ തിരക്കിലാണ്. അതായത് അവർ ഭരിക്കുന്ന ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കാതിരിക്കാൻ. എങ്ങനെ നിൽക്കാതിരിക്കാൻ? സാമ്പത്തികമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെയോ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയെ ഞങ്ങൾ ഒരുപാട് വികസനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി ചെയ്യുന്ന ഇത്തരം നീചകൃത്യങ്ങളെ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി പൊതുജനങ്ങൾ ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയുന്നില്ല. രാജ്യത്തെ പൊതുജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് വാരിയെടുത്ത് വേണോ റഷ്യക്ക് 71,000 കോടി രൂപ കടമായി നൽകാൻ? ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഒരു വസ്ത്ര കമ്പനി പരസ്യം നൽകിയിരുന്നു. അവർ നൽകിയ പരസ്യം എന്താണ് പറഞ്ഞത്? സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞങ്ങൾ ആകെ കഷ്ടപ്പെടുകയാണ്, ഞങ്ങളെ കേന്ദ്രം സഹായിക്കൂ എന്നാണ് ആ വസ്ത്ര കമ്പനി പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തോ കേന്ദ്രം? പാർലേജി തകർന്നിരിക്കുന്നു, എന്തെങ്കിലും കൊടുത്തോ? മാരുതി സുസുക്കി തകർന്നിരിക്കുന്നു, എന്തെങ്കിലും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. മാരുതിയിൽ 3,000-ഓളം വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, എന്തെങ്കിലും സഹായം ചെയ്തോ? ഇല്ല. കോർപ്പറേറ്റുകൾ മുട്ടുകുത്തുന്നു, പൊതുജനങ്ങൾ വിഷമത്തിലാണ്, എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പക്ഷേ റഷ്യക്ക് 71,000 കോടി രൂപ നൽകാൻ ഞങ്ങളുടെ പക്കൽ പണമുണ്ട്. ആ പണം എന്ന് പറയുന്നത് RBIയിൽ നിന്നും ഞങ്ങള് ശേഖരിച്ചു വെച്ച കരുതൽ തുക, അതായത് RBIയുടെ കരുതൽ തുക 1,00,000 കോടി രൂപ കേന്ദ്രം വാങ്ങിയപ്പോൾ ആ പണത്തിൽ നിന്നാണോ ഈ 71,000 രൂപ ഇവർ നൽകുന്നതെന്ന് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ ഈ പോക്ക് അപകടാവസ്ഥയിലാണ്. ഇതാണ് രാജ്യമെങ്കിൽ നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ നമ്മൾക്ക് വിദൂരമല്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.